യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരെ എടുക്കാൻ പോകുന്ന വെച്ചാൽ ഞാനിവിടെ പിന്നെ ചോളം നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചോള തൈ ഉണ്ട് ഇവിടെ, അത് ഒന്ന് നട്ടു കൊടുക്കാൻ വേണ്ടി. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ചകിരിക്കുച്ച ആദ്യം വെക്കുന്നത്. അതിനെച്ചാൽ ഈ വെള്ളം ഇറങ്ങിയിട്ട് താഴേക്ക് പോകാൻ വേണ്ടി. ഇത് മഴക്കാലമായതുകൊണ്ട് ചകരിച്ചോറും വളവായതുകൊണ്ട് ഇത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ പിന്നിപ്പോൾ ഇവിടെ ചകിരിച്ചോറും ഇതില്ല, ചകിരിച്ചോറ് പിന്നെ ഇതേ ഉള്ളൂ. പിന്നെ സീമക്കൊന്ന മാത്രമേ ഇടുന്നില്ല ഇന്ന്. പോട്ടി മിശ്രിതവും എനിക്ക് ഇന്ന് കരിയിലൊക്കെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല, മഴയായതുകൊണ്ട്. അതുകൊണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഇടുന്നത്. കരിയില മഴ പോയിട്ടാകുമ്പോൾ വാരിക്കൊണ്ടിട്ട് ഇടാം. അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ ഇതിടിപ്പോൾ ഇതേപോലെ പൊറുക്കി വെച്ചു, അടിയിൽ വെറ്റി വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് സീമക്കൊന്ന വാരി നിറച്ചു. എന്താ ഇതിൽ സീമക്കൊന്ന വാരി നിറച്ചു. അതിന് ശേഷം ഇതിൽ പോട്ടി മിശ്രിതവും വാരി നിറക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നടുന്നത്. കണ്ട, ഇതേപോലെ പോട്ടി മിശ്രിതവും വാരി നിറച്ചിട്ട് ആണ് നട്ടു കൊടുക്കുന്നത്. ഇത് ചോളാണ്. ചോളം പൊടിച്ചു പോയാൽ ദൂരം ദൂരം നടാഞ്ഞാൽ അത് നന്നാവില്ല. അതിനാണ് ഇപ്പം മാറ്റി നടുന്നത്. ഞാൻ പിന്നെ ഓരോന്ന് വെച്ച് നടാന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. കണ്ടാ, ഇതേപോലെ ചോളം നട്ടു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. കണ്ടാ, ഇതേപോലെ നട്ടു കൊടുക്കുക. ഇങ്ങനെയാണ് ചോളം നടുന്നത്. പിന്നെ 2 നട്ടു. ഇനിയിപ്പോൾ ആദ്യം ഇതേപോലെ ചകിരി വെക്കുക. ചകിരി വെക്കാതിരുന്നാൽ പിന്നെ ഇതേപോലെ തന്നെയാണ് അവർ വെള്ളം കുടിക്കാണ്ട് നിൽക്കൂല. എന്തായാലും ചളിയാവാണ്ട് നിൽക്കൂല. ഇതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളൂട്ടെ കൂടെ അങ്ങ് താണ് പോയിക്കോളും. അതിനാണ് ചകിരി വെക്കുന്നത്, ചകിരി തൊണ്ട് വെക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് സീമക്കൊന്ന ഇടുക. ഇനി കരിയില മഴയെല്ലാം പോയിട്ടാകുമ്പോൾ കരിയില കുറച്ച് വാരിയിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കരിയില നല്ല വളവാവും. അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ സീമക്കൊന്ന മാത്രം ഇടുന്നത്. ഒന്നും കൊടുക്കാഞ്ഞാൽ നന്നാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചാണകമെല്ലാം കലക്കി സ്ലെറി ആക്കിയിട്ട് കൊടുക്കണം. എന്നാലേ നല്ല ചോളായിട്ട് കിട്ടൂലോ. ഞാൻ ഇതുവരെ നട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ചോളം നടുന്നത്. ആദ്യമായിട്ടുള്ള കൃഷിയാണ് ചോള കൃഷി. കുഴപ്പമൊന്നും കാണുന്നില്ല. തൈ പൊടിച്ചെടുത്തെല്ലാം നല്ല ഉഷാറുണ്ട്. ഇനിയിപ്പം ഇതും കൂടി നട്ടു കൊടുക്കട്ടെ. ഉണ്ടാ, ഇതേപോലെ നട്ടു കൊടുക്കുക. ഇത് കുറേ എണ്ണം ഉണ്ട് നടാൻ. അതെല്ലാം കൂടി ഞാൻ നട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടാ, 3 എണ്ണം ഇപ്പം നട്ടു. ഇനിയിപ്പം ഞാൻ മറ്റേതും കൂടി നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നടാനില്ല, അവിടെയുണ്ട് 2 ചേരി. ഇതെല്ലാം കൂടി നിറച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്തൊന്നും നടാം. കണ്ടാ, ഇതെല്ലാം കൂടി നിറച്ച് വെച്ചതാണ്. കണ്ടല്ലോ, ഇതേപോലെ ഇതിലും കൂടി നടാം. ഈ ചക്കമടലെല്ലാം ഇട്ടിട്ട് നിറച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് കുറച്ച് നടാല. കണ്ടാ, ചക്കമടലെല്ലാം നിറച്ച് വെച്ചതാണ്. കണ്ടാ, ഇതേപോലെ ഇതൊന്ന് നട്ടു കൊടുക്കാം. ഉണ്ടല്ലേ, ഇതേപോലെ ഒന്നും കൂടി നട്ടു. ഇനിയിപ്പോൾ ഒന്നും കൂടി അതിൻ്റെ എടുക്കാൻ, അതും കൂടി എടുക്കട്ടെ. ഇപ്പം കണ്ടില്ല, ഇതും അങ്ങനെ നിറച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഒന്നും കൂടി നട്ടു കൊടുക്കട്ടെ. കുറച്ചും കൂടി ഇത് ഇട്ടേക്കാം. ഇത് നിറച്ച് വെച്ചതാണ്. ഇത് ആദ്യമേ നിറച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് കാടും പടലും എല്ലാം കൂടി ഇട്ട് നിറച്ച് വെച്ചതാണ്. ഇതിപ്പോൾ കാടും പടലൊന്നും ഇട്ടിട്ടില്ല. ഇത് നമുക്ക് വയ്യ ഇട്ട് കൊടുക്കാം. ഉണ്ടാ, ഇതേപോലെ ഇതൊന്ന് നട്ടു. ഇനിയിപ്പം 3 എണ്ണം നടാനുണ്ട്. അതിന് ഞാൻ നിറച്ചിട്ട് നടാനാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നിറക്കട്ടെ. ഒരുപാട് ഞാൻ 3 എണ്ണം കൂടി നിറച്ച് വെച്ചു. ഇനിയിപ്പം ഇത് 3 എണ്ണം ഇവിടെ നടാനുണ്ട്. ഇത് 3 എണ്ണം ഞാൻ ഇതിൽ നട്ടേ. ഇത് കണ്ട, ഇതേപോലെ നിറച്ച് ഇതിൻ്റെ അകത്ത് നിറച്ച് വെച്ചു. ഇതേപോലെ നട്ടു കൊടുക്കട്ടെ. കണ്ട, ഇതേപോലെ 3 എണ്ണം കൂടി നിറച്ച് വെച്ചു. കണ്ടില്ലേ, ഇത് നല്ലോണം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ദൈവത്തോട് പറയാ നല്ലപോലെ നന്നായിട്ട് തരണേന്ന് പ്രാർത്ഥിക്കുക. നട്ടു കൊടുക്കും, അല്ലാണ്ട് നമുക്ക് വേറൊരു വഴിയില്ലല്ലോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ ഇത്ര എണ്ണം നട്ടു. 3, 3, 6, 8 ചോളം ഞാൻ നട്ടിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറം വേറെ 3 വേഗിൽ നട്ടതുണ്ട്. അതിൻ്റെ അകത്ത് ഈ 2 വെച്ചിട്ട് അതാടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമല്ലോ. കണ്ട, ഇത് കണ്ടില്ലേ, ഇതാ കണ്ട, ഇതാ 8 തൈ നട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരാം. നിങ്ങളെ ഇതാണ് എൻ്റെ കഴിവ് മുന്നോട്ട് പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതും എല്ലാം ചെയ്യുന്ന കഷ്ടപ്പെട്ടിട്ടാണ്. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്കത് എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനില്ല. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഓക്കെ. 3 ചോളം നട്ടിട്ടുണ്ട്. കണ്ട, പറിച്ച് നട്ടതായത് കണ്ട.